ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ കുറച്ച് ദിവസങ്ങളായി വീഡിയോസൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ പെട്ടെന്ന് ഒരു തട്ടിക്കൂട്ട് നാരങ്ങ അച്ചാർ ചെയ്യാൻ പോവാണ്. പിന്നെ നാരങ്ങ റെസിപ്പി ഡീറ്റെയിൽ ഒരു വീഡിയോ ഞാൻ ഇതിലിട്ടിട്ടുണ്ട്, കാണാത്തവർ അത് കണ്ട് നോക്കിക്കോ കേട്ടോ. അപ്പോൾ ഇടികളിൽ വെച്ച് നമുക്ക് വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചതച്ചെടുക്കാം. എല്ലാ തവണയും നമ്മൾ ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസ് തന്നെയാണ് ഇതിന് എടുത്തിരിക്കുന്നത്. ഇവരൊക്കെയാണ് എൻ്റെ കൂട്ടുകാരെന്ന് പറയുന്നത്. എനിക്കിവർ ഭയങ്കര ഒരുപാട് ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ലാളിച്ച് ഞാൻ വഷളാക്കി വെച്ചിരിക്കുന്നത്. കാരണം ഇവർ ഞാൻ എപ്പോൾ അടുക്കളയിലോ അല്ലെങ്കിൽ പുറത്തോ ഇറങ്ങുമ്പോഴത്തേക്ക് ഓടിക്കൊണ്ടുവരും കേട്ടോ. ഞാൻ കഴിക്കണ്ടേ, അപ്പോൾ എനിക്കും കഴിക്കണം, അവർക്കും കഴിക്കണം, അപ്പോൾ മൊത്തത്തിൽ കഴിക്കണമല്ലോ. അപ്പോൾ നാരങ്ങ അച്ചാർ തയ്യാറാക്കുന്ന രീതിയൊക്കെ ഞാൻ എൻ്റെ ഇതിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലൊരു വത്തയ്ക്ക, അതായത് നമ്മുടെ തണ്ണിമത്തൻ ഞാനിവിടെ മേടിച്ച് വെച്ചിട്ട് ഒരു 2-3 ദിവസം ആയിട്ടുണ്ട്. ഇതുവരെ അതെടുത്ത് കഴിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇത് തയ്യാറാക്കുന്ന സമയത്ത് അതും കൂടെ ഒന്ന് കട്ട് ചെയ്ത് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്തതാണ്. പിന്നെ കഴിച്ച് അതിന് ഞാൻ മുഴുവനായിട്ട് അങ്ങ് തീർത്തിട്ടുണ്ട്. കാരണം ഇത് കഴിക്കാൻ തുടങ്ങിയാൽ പിന്നെ ഒന്നും ബാക്കിയൊന്നും കാണത്തില്ല. എനിക്ക് ഈ ഒരു ഫ്രൂട്ട് ഭയങ്കര ഇഷ്ടമാണ്. ഇത് എത്ര പേർക്ക് ഇഷ്ടമുണ്ട് ഇതുപോലെ? എനിക്കെന്തായാലും ഫേവറേറ്റാണ്. എല്ലാ ഫ്രൂട്ട്സിനേക്കാളും എൻ്റെ ഫേവറേറ്റ് എന്ന് പറയുന്നത് ഇതാണ്. ഇതെങ്ങനെ എനിക്ക് ചെറുതിൽ എൻ്റെ അപ്പം മേടിച്ച് എനിക്ക് തരുന്ന ഒരു ഫ്രൂട്ട് മറ്റുള്ള ഫ്രൂട്ടിനേക്കാൾ ഈ ഒരു തണ്ണിമത്തൻ ഫ്രൂട്ടായത് കൊണ്ട് തന്നെ അന്നൊക്കെ ഞാൻ വലിയ കൗതുകത്തോടെയാണ് ഈ ഒരു ഫ്രൂട്ടിനെ കഴിച്ചുകൊണ്ടിരുന്നത്. ഒരു പീസ് ഒന്ന് കട്ട് ചെയ്ത് വായിൽ വെച്ച പിന്നെ തിന്ന് ഞാനതിൻ്റെ മുഴുവനായിട്ട് അങ്ങ് തീർത്ത് കഴിഞ്ഞാലേ എനിക്കും എൻ്റെ വയറിനും ഒരു സമാധാനം കിട്ടുള്ളൂ. അപ്പോൾ അന്ന് മുതലേ ഇഷ്ടപ്പെട്ട ഒരു ഫ്രൂട്ടാണ് ഇത്. അത് കഴിഞ്ഞിട്ടുള്ള എനിക്ക് മറ്റുള്ള ഫ്രൂട്ട്സൊക്കെ. എന്നാൽ എല്ലാ ഫ്രൂട്ട്സും എനിക്ക് ഇഷ്ടവുമാണ്. ഇതൊരു തട്ടിക്കൂട്ട് നാരങ്ങാച്ചാറായതുകൊണ്ട് തന്നെ അധികം സമയമൊന്നും ചിലവാക്കാൻ നിൽക്കാതെ ഞാൻ പെട്ടെന്ന് ചെയ്തെടുത്ത ഒരു നാരങ്ങാച്ചാറാണ് കേട്ടോ. സാധാരണ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഇട്ടിരിക്കുന്നതിൽ നാരങ്ങ നന്നായിട്ടൊന്ന് പുഴുങ്ങാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 5-10 മിനിറ്റ് ചൂടുവെള്ളത്തിലിട്ടൊന്ന് പുഴുങ്ങിയിട്ടെടുത്താൽ കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും. അത് ഞാൻ ഈ ഒരു വീഡിയോയിൽ ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.